ചരിത്രമെഴുതി ഇന്ത്യൻ ബഹിരാകാശ സഞ്ചാരി ശുഭാംശു ശുക്ല. രാകേഷ് ശർമ്മയ്ക്ക് ശേഷം ബഹിരാകാശത്തേക്ക് പോകുന്ന ഭാരതീയനാണ് ശുഭാംശു. ശുഭാംശുവിനും സംഘത്തിനും ലോകം മുഴുവൻ ശുഭയാത്ര നേർന്നു. ശുഭാംശു ശുക്ല ഉൾപ്പെടെ 4 പേർ 14 ദിവസമാണ് ബഹിരാകാശ നിലയത്തിൽ ചെലവഴിക്കുക. Last minutes of the countdown. Dragon is in terminal count and is on internal power. And the confirmation a minute ago. We started the move into transition and നിറമിഴികളോടെയാണ് ശുഭാംശുവിന്റെ മാതാവ് ആശാ ശുക്ല ആക്സിയം 4 വിക്ഷേപണം വീക്ഷിച്ചത്. എന്നാൽ നിറച്ചിരിയോടെയാണ് പിതാവ് ശംഭു ദയാൽ ശുക്ല മകനെ യാത്രയാക്കിയത്. ദൈവാനുഗ്രഹത്താൽ എല്ലാം ഭംഗിയായെന്ന് പിതാവ് പ്രതികരിച്ചു. ശുഭാംശുവിനായി പ്രാർത്ഥിച്ച എല്ലാവർക്കും നന്ദിയെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. സന്തോഷം കൊണ്ട് കണ്ണുകൾ നിറഞ്ഞൊഴുകുകയാണെന്ന് മാതാവ് ആശാ ശുക്ല പറഞ്ഞു. ദൗത്യം വിജയിച്ചെന്നും സന്തോഷത്തോടെ അവർ കൂട്ടിച്ചേർത്തു. മധുരം വിളമ്പിയാണ് ശാസ്ത്ര സാങ്കേതിക മന്ത്രി ജിതേന്ദ്ര സിംഗ് സന്തോഷം പങ്കിട്ടത്. ഭാരതത്തിലെ ഓസ്ട്രേലിയൻ ഹൈക്കമ്മീഷണർ ഫിലിപ്പ് ഗ്രീൻ, പടിഞ്ഞാറൻ ഓസ്ട്രേലിയയുടെ ഗവർണർ എന്നിവരും വിജയാഘോഷത്തിൽ പങ്കുചേർന്നു. വികസിത ഭാരതത്തിലേക്കുള്ള കുതിപ്പിനെയാണ് ആക്സിയം ദൗത്യം സൂചിപ്പിക്കുന്നതെന്ന് കേന്ദ്രമന്ത്രി പ്രതികരിച്ചു. ഭാരതം തുല്യശക്തിയായി മാറി. ഭാരതത്തിനായി 7 പരീക്ഷണങ്ങളാകും ശുഭാംശുവിന്റെ നേതൃത്വത്തിൽ നടത്തുകയെന്നും സംഘത്തിലെ പ്രധാനിയാണ് അദ്ദേഹമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. A vindication of the founding fathers of India's space program, Vikram Sarabhai, Satish Dhawan, and it was destined that this vindication of our founding fathers had to happen under the leadership of Prime Minister Modi. And I say this with all the confidence in my command because the space reforms which were brought in the last few years not only enriched our resources but also gave tremendous confidence to our space experts, space scientists. And today India is no longer a follower. We are equal partners in all our collaborations. ഭാരതത്തിലെ ബഹിരാകാശ ശാസ്ത്രജ്ഞരെയും ലോകത്തെ എല്ലാ ഭാരതീയരെയും അഭിനന്ദിക്കുന്നുവെന്ന് സൗത്ത് ഓസ്ട്രേലിയ ഗവർണർ ഫ്രാൻസിസ് ആഡംസൺ എസ്സി പറഞ്ഞു. വലിയ നേട്ടമാണ് ശുഭാംശു ശുക്ല കൈവരിച്ചതെന്നും അവർ കൂട്ടിച്ചേർത്തു. Well, obviously anyone watching this launch just has to be overjoyed at how successful it's been. And as Governor of South Australia, I congratulate the whole Indian space community and all Indians here in India and around the world, including in South Australia. What an achievement and what a wonderful day for Group Captain Shukla. He will remember this for the rest of his life, as will I. Such a pleasure and a privilege and an honour to be here with you today. അമേരിക്കയിലെ കെനഡി സ്പേസ് സെന്ററിൽ നിന്ന് ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് 12:01 ആക്സിയം 4 വിക്ഷേപിച്ചത്. നാളെ വൈകുന്നേരം 4:30 പേടകം ISS-ലേക്ക് ഡോക്ക് ചെയ്യും. 14 ദിവസമാണ് ഗ്രൂപ്പ് ക്യാപ്റ്റൻ ശുഭാംശുവും സംഘവും തങ്ങുക. സംഘം 60ഓളം പരീക്ഷണങ്ങളാകും നടത്തുന്നത്. സയൻസ് ഡെസ്ക്, ജനം.